നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമേ. ഞാൻ 1/2 കിലോ അരിയാണ് വാങ്ങുന്നത്. 1/2 കിലോ അരിയിട്ട് കുതിർക്കാനായിട്ട് ഇടുക. ഒരു 10 മിനിറ്റ് കുതിർത്തെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പത്താണ് വെച്ചത്, ഗ്യാസിൻ്റെ അടുപ്പത്താണ് വെച്ചത്. പാത്രത്തിൽ വെള്ളം വയ്ക്കുക. ഈ 500 ഗ്രാം അരി ഇടാനുള്ള വെള്ളം പാത്രത്തിൽ വെച്ച് അതിൽ ഉപ്പ്, സോയാ സോസ്, കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് പച്ചക്കറി ഇതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ അരിഞ്ഞ് വയ്ക്കുക. ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം അരിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് ചിക്കൻ, എല്ല് ഇല്ലാത്ത ചിക്കൻ ചെറിയ പീസുകളാക്കിയതിന് ശേഷം അതിന് കഴുകി വൃത്തിയാക്കിയെടുത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, കുറച്ച് സോയാ സോസ് കൊണ്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് വയ്ക്കുക. മിക്സ് ചെയ്തൊരു 25 മിനിറ്റ് വെച്ച് വയ്ക്കുക. കുറച്ച് ഞാൻ ഡാർക്ക് സോസാണ് എടുത്തിട്ടുള്ളത്. ഒഴിച്ച് ഒരു 20-25 മിനിറ്റ് വെച്ച് വയ്ക്കുക. സോസ് ഒഴിച്ചാൽ മതി, ഉപ്പ് കുറച്ചിട്ടാൽ മതി. സോസ് കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഉപ്പ് ഉണ്ടാവും, അതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ടാൽ മതി. വെച്ചതിന് ശേഷം അരി അടുപ്പത്ത്, വെള്ളം തിളച്ചതിന് ശേഷം അടുപ്പത്ത് ഇട്ട് ഒരു അധികം വെന്ത് പോകാത്ത രീതിയിൽ അരി ഊറ്റി വയ്ക്കുക. ഊറ്റി വെച്ചതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ സൺഫ്ലവർ ഓയിൽ ചേർക്കണം. സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ഫ്രൈഡ് റൈസിൽ ചേർക്കാനുള്ളത്. എൻ്റെ ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. അതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് പൊരിച്ചെടുക്കുക. അധികം മൊരിഞ്ഞു പോകാത്ത രീതിയിൽ എടുക്കണം ചിക്കൻ. എന്നിട്ട് വേറൊരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച്, ഞാൻ ഗ്യാസിലാണ് വെച്ചത്. സൺഫ്ലവർ ഓയിൽ കുറച്ചൊഴിച്ച് ഈ 500 ഗ്രാം അരിക്ക് ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട കുറച്ച് കൂടുതലാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതൽ കാണും. 5 മുട്ട എടുത്തിട്ടുണ്ട്. 5 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് അതിൽ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് സോയ സോസും കൂടെ ഒഴിക്കാം. കുരുമുളക് പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറച്ച് എരിവ് കാണും. എന്നിട്ട് നല്ല ചിക്കിപ്പൊരിച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ അരിഞ്ഞ് വെച്ചിരുന്ന പച്ചക്കറി ഇട്ട് വഴച്ചെടുക്കുക. വഴച്ച് അധികം വെന്ത് പോകാത്ത രീതിയിൽ എടുക്കണം. ഈ പച്ചക്കറി നമുക്ക് കടിക്കാൻ പറ്റുന്ന രീതിയിലെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ചോറ്, ഊറ്റി വെച്ചിരിക്കുന്ന ചോറ്, ചിക്കൻ, മുട്ട എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ച് സോയ സോസ് ഒഴിച്ച് നല്ല തീയിൽ ഇട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ബട്ടർ കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ കൂടെ ഇടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ.